നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഓരോ ദിവസവും നമ്മുടെ പി വി അൻവർ MLA ഒരു റെവലേഷൻസ് ഇല്ലേ, മനസ്സിൽ ഒതുങ്ങിക്കിടന്ന കാര്യമാണോ അത് കുക്ടപ്പാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ തിങ്സ് ഓരോ റെവലേഷൻസും വിച്ച് സ്റ്റോഞ്ചിങ്, ഇത് ഷോക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഷോക്കിംഗ് ആണെന്നുള്ളത് ഇന്നലെ വരെ പറയാത്തൊരു കാര്യമാണ്. ഇന്നിപ്പം വന്നിരുന്നുകൊണ്ട് പറയുന്നത് ഇന്നമാതിരി ADGP അജിത് കുമാർ ഒരു കാരണവശാലും ഒരു നിമിഷം പോലും ഇനി ആ പദവിയിൽ തുടരാൻ അനുവദിക്കരുത് എന്ന് മുഖ്യമന്ത്രിയോട് ഡയറക്റ്റ് പറയാണ് അല്ലേ. എന്നിട്ട് മുഖ്യമന്ത്രിയെ അദ്ദേഹം സേഫാക്കുന്നു. ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ അജിത് കുമാറാണ് ഈ അട്രോസിറ്റീസ് മൊത്തം ഈ കാണിച്ചത്. അട്രോസിറ്റീസ് എന്ന് വെച്ചാൽ സംതിങ് വിച്ച് വി കനോട്ട് ഇമാജിൻ. പോലീസ് ഫോഴ്സ് ഇസ് ഡൂയിങ് സംതിങ്സ്. പോലീസിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളുകൾ ഇത്രയും വലിയ ഹീനസായ ക്രൈംസ് കമ്മിറ്റ് ചെയ്തിട്ട് ഈ മസ്റ്റ് ബി അറസ്റ്റഡ് ആൻഡ് പുട്ട് ഇൻ ജയിൽ വിത്ത് വേറെ വല്ല രാജ്യത്തായിരുന്നെങ്കിൽ അങ്ങനെ അവസ്ഥ എന്തോ ആയിരുന്നേനെ അല്ലേ. അതല്ല, ഈ PV അൻവറിൻ്റെ സ്ഥാനത്ത് വേറെ ഒരു കോൺഗ്രസ്സുകാരനെ വേറെ ഒരാളായിരുന്നെങ്കിൽ അയാളെ ഇതിനകം വെച്ച് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത് അകത്തിടത്തില്ലായിരുന്നോ. അപ്പോൾ ദർ സംതിങ് ഫിഷി, സംതിങ് റോട്ടൺ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എന്തിനാണ് ഇദ്ദേഹം പിണറായി വിജയനെ സൈഡ് ചെയ്യുന്നത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ഇത്രയും വലിയ അട്രോസിറ്റീസ് ഈ അജിത് കുമാർ ഈ രാജ്യത്തോട് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ചെയ്തത്? അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ മക്കളെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തത്. ഈ രാജ്യത്തിന് ദോഷം വരുന്ന കാര്യങ്ങൾ ഇന്നിപ്പോൾ PV അൻവർ പറയുന്ന ആൾ പച്ച RSSകാരനാണെന്ന്. എന്നിട്ട് നമ്മളെ മുഖ്യമന്ത്രി അനങ്ങുന്നോ? ഇല്ലല്ലോ. അപ്പോൾ ആർക്ക് വേണ്ടി ഇത് ചെയ്തത്? ഇദ്ദേഹം ചെയ്തത് മൊത്തം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലേ, അല്ല താഴെയുള്ള സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് നമുക്ക് വേണ്ടി അല്ലല്ലോ. അപ്പോൾ RSSകാരെ പിടിക്കുക, RSS രഹസ്യമായി പോയി ഈ വലിയ RSSൻ്റെ നേതാക്കന്മാരെ പോയി കാണുകയും ഒക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഇവിടെയുള്ള കേസ് കെട്ടുകൾ ഒതുക്കാൻ വേണ്ടി ഇല്ലേ, അല്ല വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അൻവറിനെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. ബിക്കോസ് പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ് അല്ലേ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് അട്രോസിറ്റീസിലൊക്കെ പുള്ളി പെട്ടിട്ടുണ്ടെന്നാണ് ഇതിനു മുമ്പുള്ള കേസുകളൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഈ ബിനോയ് വിശ്വമൊക്കെ എന്തിനാണ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എത്ര വലിയ മഹാരഥന്മാരിരുന്ന സീറ്റല്ലേ ആ CPIയുടെ ആ സീറ്റ്, അവർ പങ്കാളികളല്ലേ. എന്നിട്ട് പറയാം ഞാൻ ഇത് മോശമായിപ്പോയി എന്നൊക്കെ പറയുന്നത്. ഇറങ്ങി പോകണമെന്ന്, അല്ലെങ്കിൽ ഒന്ന് വരട്ടെങ്കിലും ചെയ്യും. ഞങ്ങൾ ഇങ്ങനെയാണ് കൂടെ നിൽക്കത്തിരുന്നത്. D രാജ എന്ന് പറയുന്ന അവരുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡൽഹി ഇരുന്നുകൊണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചു. എന്താ അതിൻ്റെ റിപ്പോർട്ട്? പശു ചത്ത് തന്നെ മോരിൻ്റെ പുളി പോയി എല്ലാം പോയി. ഇവിടെ അതും കഴിഞ്ഞ് അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ് അങ്ങേര് ലീവിലും പോയതിന് ശേഷം പറയും ഞങ്ങൾ റിപ്പോർട്ട് ചോദിച്ചു. ആരോട് റിപ്പോർട്ട്? ആരാ നിങ്ങൾ D രാജയ്ക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട കേരളത്തിൽ നിന്ന്? ഇവിടുത്തെ ആഭ്യന്തര വകുപ്പല്ലേ. ആഭ്യന്തര വകുപ്പ് എഴുതി കൊടുക്കുമോ ഇന്നമാതിരി അട്രോസിറ്റീസ് അവിടെ നടന്നതെന്ന്? ആരെയാണ് ഇവരെല്ലാം പറ്റിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രീയക്കാർ. ദീസ് ഫെലോസ് ആർ റെഡി സ്റ്റേയിങ് ദർ ഓൺ ബിഹാഫ് ഓഫ് അസ്. നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നുണ്ടല്ലേ ഇവരെല്ലാം മന്ത്രിയും കിന്ത്രിയെല്ലാം ആകുന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഈ പോലീസിൻ്റെ മൊറൽ തന്നെ ഇല്ലാതാക്കിയല്ലേ. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഇതെന്തോ ഇത് മനുഷ്യനും നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളല്ലേ നടന്നെന്ന് അൻവർ പറയുന്നത്. അപ്പോൾ എന്താ പിണറായി വിജയൻ രാജിവെക്കണം? ഇതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയൻ ഏറ്റെടുക്കണം. പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പിൻ്റെ മന്ത്രി എന്ന് പറയേണ്ടത്. പണ്ടൊരു ചെറിയൊരു പരാമർശം ഒന്ന് KM മാണി രാജിവെച്ചില്ലേ അന്ന് ഹൈക്കോടതിയിൽ നിന്ന്. സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേപോലെ എത്ര പേര് രാജിവെച്ച് പോയി. വിശ്വനാഥ മന്ത്രി രാജിവെച്ച്, K കരുണാകരൻ മറ്റേ രാജൻ കേസിൽ രാജിവെച്ച്, എത്രയോ പേര് രാജിവെച്ച് പോയിരിക്കുന്നു. ഈ സംസ്ഥാനം ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾ എത്ര ആൾ ജീവിച്ചിരിക്കും ഇവിടെ? നമ്മൾ അടുത്ത തലമുറ ഇവിടെ ജീവിക്കേണ്ടത്. അവർക്ക് വേണ്ടിയെങ്കിലും നിങ്ങളൊന്ന് ഒഴിഞ്ഞു കൊടുത്തൂടെ? അപ്പോൾ അതുകൊണ്ട് PV അൻവർ ഇപ്പോൾ ഒരു ക്രൂസൈഡർ ആയിരിക്കുക. അപ്പോൾ ലെറ്റ് us see what more things he is going to do. And I am asking D Raja and ഈ ബിനോയ് വിശ്വമൊക്കെ they should get out of that place. They can't do anything. ഇത്രയും വലിയ അട്രോസിറ്റീസ് നടന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ അവിടെ കൂടിയിരിക്കുന്നത്?